ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ്. തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു അടിപൊളി മുട്ടക്കറി റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഈ ഒരു മുട്ടക്കറിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. അതിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത്, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് എണ്ണയിൽ കടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ചായി വരണം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവിടെ നിന്ന് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വരണം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു തക്കാളി നല്ല പോലെ തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ആണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വന്ന് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് കറി നല്ല പോലെ തന്നെ അവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സവാളയും അതുപോലെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കറിയൊക്കെ നല്ല പോലെ തന്നെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നമ്മൾ മുട്ടക്കറി റെഡിയാക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അതിൻ്റെ ഒരു പുളിയൊക്കെ വന്നിട്ട് കറി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അങ്ങനെ 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇത് കറി അവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കറിയിൽ തൈര് ചേർത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ആ ഒരു പുളിയൊക്കെ വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു മുട്ടക്കറി ചപ്പാത്തി, പൊറോട്ട, ഈ വെള്ളപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇനി അതും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.